ഇന്നലെ മുതൽ വികട അടിമകൾ സോഷ്യൽ മീഡിയയിൽ ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ചെളിയിൽ കിടന്ന് ഉരുളുകയാണ്. ഉരുണ്ടങ്ങ് മറിയുകയാണ്. എവിടെയെങ്കിലും നിന്ന് വാലും മുറിയും കേട്ടാൽ മതി, വാലും പൊക്കിച്ചാടും. ഇത് തന്നെയാണ് ഈ അടിമകളുടെ ഒരു പ്രശ്നവും. ഇന്നലെ സുപ്രീം കോടതിയിൽ നടന്നത് എന്താണെന്ന് നേരാവണ്ണം അറിയാവുന്നവരോടൊന്ന് തിരക്കിയിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്. എന്നിട്ട് മുട്ടായി വിതരണം ചെയ്യ്. കേസിലെ പ്രധാന വിധി നടപ്പാക്കാനുള്ള നടപടിക്രമങ്ങൾ വിശദീകരിക്കാനാണ് സംസ്ഥാന സർക്കാരിനോട് സുപ്രീം കോടതി പറഞ്ഞത്. അല്ലാതെ വിധി നടപ്പാക്കാതിരിക്കാനോ മറ്റൊന്നുമല്ല. മലങ്കര സഭയ്ക്ക് കീഴിലെ പള്ളികൾ 934 സഭ ഭരണഘടന പ്രകാരം ഭരിക്കപ്പെടണമെന്ന 2017 സുപ്രീം കോടതി വിധി എങ്ങനെ നടപ്പാക്കുമെന്നാണ് കോടതിയെ അറിയിക്കേണ്ടത്. ആരാ? പിണറായി സർക്കാർ. ഡിസംബർ 3-നകം സംസ്ഥാന സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കി സത്യവാങ്മൂലം നൽകണമെന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ആവശ്യപ്പെട്ടു. ഇതാണ് ഇന്നലെ സുപ്രീം കോടതിയിൽ നടന്നത്. സഭാ തർക്കവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് ഇതുവരെ ഉണ്ടായ വിധികളൊന്നും തന്നെ വീണ്ടും തുറന്ന് പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും കോടതി വ്യക്തമാക്കി. അത് വളരെ പ്രസക്തമായ ഒരു കണ്ടെത്തലാണ്, ഒരു നിരീക്ഷണമാണ്. കേസിലെ ഉത്തരവ് പാലിക്കാത്തതിനാൽ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾ നേരിട്ട് ഹാജരാകണമെന്ന് കേരള ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിനെതിരെ മുൻ ചീഫ് സെക്രട്ടറി വി വേണു, DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് എന്നിവരുൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ നൽകിയ അപ്പീലിലാണ് കോടതി ഇത് പരിഗണിച്ചത്. ഇവർക്ക് നേരിട്ട് ഹാജരാകുന്നതിന് കോടതി ഇളവ് നൽകി. പാലക്കാട്, എറണാകുളം ജില്ലകളിലായി സഭാതർക്കം നിലനിൽക്കുന്ന 6 പള്ളികളും ഏറ്റെടുത്ത് കൈമാറണമെന്ന ഉത്തരവ് പാലിക്കാത്തതിനാണ് ഉദ്യോഗസ്ഥരോട് 29-ാം തീയതി നേരിട്ട് ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചത്. ആ നിർദ്ദേശത്തിനാണ് ഇളവ് നൽകിയത് സുപ്രീം കോടതി. അല്ലാതെ സർക്കാർ കോടതി വിധി നടപ്പാക്കണ്ടെന്നോ അനധികൃതമായി കയ്യേറി കൈവശം വെച്ചിരിക്കുന്ന പള്ളികളിൽ വിധി നടപ്പാക്കി മലങ്കര സഭയ്ക്ക് കൈമാറണ്ട എന്നോ ഒന്നും കോടതി പറഞ്ഞിട്ടില്ല. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, കാളപറ്റെന്ന് കേൾക്കുമ്പോൾ അടിമകൾ കയറി മടുത്തുകൊണ്ട് ഓടുമെന്ന്. മലങ്കര സഭയ്ക്ക് കീഴിലുള്ള എല്ലാ പള്ളികളും 934 ഭരണഘടന അനുസരിച്ച് വേണം ഭരണം നടത്തേണ്ടത്. അങ്ങനെയാണ് 2017 സുപ്രീം കോടതി വിധി. ആ വിധി ഒന്നും ഇനി പുനഃപരിശോധിക്കില്ല. അത് സ്വപ്നം കണ്ട് ഉറങ്ങണ്ട. ഇന്നലെ വൈകുന്നേരം മുതൽ സോഷ്യൽ മീഡിയയിൽ കിടന്നങ്ങ് ആഘോഷിക്കുക, ഒരു എളുപ്പമില്ലാതെ. പടക്കഴുതകൾക്ക് വേറെ പണിയൊന്നുമില്ലെങ്കിൽ ആ സുരേഷന്റെ കബറിങ്കൽ പോയിരുന്ന് പ്രാർത്ഥിക്ക്.